വി.എസ്. അച്യുതാനന്ദനെ പിണറായി പക്ഷം വെട്ടിനിർത്തി. CPM-ന്റെ ചരിത്രത്തിലാദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ. 1964-ൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി.എസിനെ ഒഴിവാക്കിയത് സമ്മേളനത്തിലും ചർച്ചയായി. മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. എന്നും വി.എസിനൊപ്പം നിന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ. വി.എസ്. അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതയുണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എടുത്തില്ല. പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത്. CPM-ലെ വി.എസ്. യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമമിടുകയാണ്. 1995-ൽ കൊല്ലത്തൊടുവിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് CPM-ൽ വി.എസ്. പിടിമുറുക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് തന്റെ രാഷ്ട്രീയ ശിക്ഷനായ പിണറായി വിജയനെ വി.എസിന് അനായാസം പാർട്ടി സെക്രട്ടറിയാക്കാൻ കഴിഞ്ഞത്. പാർട്ടി സെക്രട്ടറി ആയതോടെ വി.എസുമായി പിണറായി തെറ്റി. പിന്നീട് വി.എസും പിണറായിയും രണ്ട് വ്യത്യസ്ത പാർട്ടി ചേരികളുടെ നേതാക്കളായി. സംഘടനാ കാര്യത്തിൽ വി.എസിനെ ഒതുക്കി പിണറായി പാർട്ടിയുടെ ക്യാപ്റ്റനുമായി. രണ്ടാം തവണ മുഖ്യമന്ത്രി ആയതോടെ പിണറായിയുടെ കരുത്ത് കൂടി. എന്നാൽ പാർട്ടിയിൽ വി.എസ്. പക്ഷമില്ല. 30 കൊല്ലം മുമ്പ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ച് കരുത്ത് തെളിയിച്ച വിഭാഗത്തിന് നേതൃത്വം നൽകിയ വി.എസിനെ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ പാനലിൽ നിന്നും ഒഴിവാക്കി. അങ്ങനെ വി.എസും കമ്മിറ്റികളിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടത്തിൽ വി.എസ്. ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടുന്നത്.